ഇന്ന് ഞാൻ അടുക്കളയിൽ കയറി പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുവാണ്. എന്താ കാര്യം എന്നല്ലേ, എന്റെ അമ്മക്കുട്ടിയുടെ ബർത്ത്ഡേ ആട്ടോ. അപ്പൊ സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു. പക്ഷെ അമ്മ നേരെ കയറി അടുക്കളയിലേക്ക് വന്ന്, എന്താ ഉണ്ടാക്കുന്നേ, പായസമാണെന്ന് ചോദിച്ചു. പിന്നെ കിച്ചണിലല്ലേ സർപ്രൈസ്. ഞാനറിയാത്ത എന്ത് കിച്ചണിലൊക്കെ സർപ്രൈസ് ആയിട്ട് ഞാൻ 24 മണിക്കൂറും ഞാൻ കിച്ചണിലാണ്. അപ്പൊ എങ്ങനെ സർപ്രൈസ് ആയിട്ട് ചെയ്യാൻ പറ്റും? അപ്പൊ നല്ലൊരു അടിപൊളി കുങ്കുമപ്പൂ അടപ്രഥമനാട്ടോ ഞാൻ ചെയ്യുന്നത്. ഇതാ കുങ്കുമപ്പൂ ഒക്കെ ഇട്ടതുകൊണ്ടാട്ടോ ഈ ഒരു യെല്ലോയിഷ് കളർ വന്നിരിക്കുന്നത്. ചെയ്യുമ്പോ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും അറിയില്ല. അമ്മയ്ക്കും എങ്ങനെ ഇഷ്ടാവും അറിയില്ല. എന്തായാലും നമുക്ക് കൊടുത്തു നോക്കാം. എങ്ങനെയുണ്ട്? അടിപൊളി പായസം, കിട്ടില്ല. അടപ്രഥമൻ, ബർത്ത്ഡേ പായസം, സർപ്രൈസ് പായസം. പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേന് അമ്മ നിക്കണം നിപ്പാട്ടോ. ഇത് എന്താ സംഭവം എന്ന് വെച്ചപ്പോഴത്തേന്, നീ നിക്കണം ഇങ്ങനെയൊക്കെയല്ലോ, ഒന്ന് നിന്ന് നോക്കിയതാണോ പറഞ്ഞത്. എനിക്കും ആവാലോ എന്തെങ്കിലുമൊക്കെ. എന്തെങ്കിലുമൊക്കെ ആവാലോ എന്നാ. പിന്നെ ഞാൻ മര്യാദക്ക് നിക്കാൻ പറഞ്ഞപ്പോ മര്യാദക്ക് ഷോളൊക്കെ പിടിച്ച് പെണ്ണുങ്ങളെ പോലെ നിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പൊ നീ പെണ്ണിനെ പോയല്ലേ നിക്കണത്? അത് കൊള്ളാം. എനിക്ക് ഇതെന്തോന്നത്? ഡാൻസ്. ബർത്ത്ഡേക്കാരി ഉറങ്ങാണ്. നമ്മളിപ്പോ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കണേ? ബീച്ചിലേക്ക്. അതെ, ചെറായി ബീച്ചിലേക്കാട്ടോ. അപ്പൊ സൺസെറ്റ് കാണണം നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ കാറിൽ ഇരുന്നുകൊണ്ട് കാണേണ്ട ഒരു അവസ്ഥ ഉണ്ട്. കാരണം എന്താണെന്നറിയോ, നല്ല അടിപൊളി ട്രാഫിക് ആയിരുന്നു. ഇതുവരെ ഇത്രയും ട്രാഫിക് ഞാനൊരു ബീച്ച് ഏരിയയിൽ കണ്ടിട്ടില്ല. പക്ഷെ അത്ര ട്രാഫിക് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീച്ചാണ് ചെറായി ബീച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ എനിക്ക് എന്റെ എല്ലാ ആഗ്രഹവും നടത്തി തന്നു. ഇതുവരെ ഇത്രയും നല്ലൊരു ബർത്ത്ഡേ എനിക്ക് ഉണ്ടായിട്ടില്ല. എന്താ സംഭവം എന്നറിയോ, അമ്മയ്ക്ക് രാവിലെ എന്നിട്ട് ഞാൻ ചോദിച്ചു, അമ്മ ഇന്ന് എവിടെയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് പോവാം, എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കണം അതൊക്കെ നമുക്ക് ചെയ്യാട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പ്രമാണിച്ചാണ് നമ്മളിപ്പോ ബീച്ചിൽ ആദ്യം വന്നിരിക്കുന്നത്. അങ്ങനെ ട്രാഫിക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഞങ്ങളുടെ സ്ഥിരം ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പൊ അങ്ങോട്ടേക്ക് കയറി അവിടെ കുറച്ച് സീ ഫുഡ് ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തു. ഞണ്ട്, പ്രോൺസ്, പിന്നെ ഫിഷ്, അതുപോലെ തന്നെ കപ്പ, അത് ഓർഡർ ചെയ്തു കേട്ടോ. ചിക്കൻ 65. ചിക്കൻ 65. എന്റെ മെയിൻ ഐറ്റം ക്രാബ്. ഞാൻ എപ്പോ ഇവിടെ വന്നാലും ഞാൻ കഴിക്കണ ഒരു ഐറ്റമാണ് ക്രാബ് റോസ്റ്റ്. ഭയങ്കര ടേസ്റ്റ് ആണ്. അത് മുന്നിൽ വന്ന് നിന്ന് ഞാൻ ചുറ്റുമുള്ളതൊന്നും കാണൂല. അവിടെ ഇരുന്നുകൊണ്ട് എന്നെ സൺസെറ്റ് കണ്ടു. അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ നേരെ ബീച്ചിൽ ഇറങ്ങിട്ടോ. അപ്പത്തേന് ഏകദേശം ഇരുട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടെ നിന്ന് കുറച്ച് കടൽ തിരമാലകളൊക്കെ എണ്ണിക്കൊണ്ട് പെറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെ, ഞാൻ കടലിൽ ഇറങ്ങണോന്ന് നമുക്ക് ഭയങ്കര, അമ്മ കാല് നനക്ക് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. അമ്മയ്ക്ക് ഇറങ്ങാൻ ഭയങ്കര മടി. നമ്മൾ കടൽ കാണാൻ വന്നിട്ട് ജസ്റ്റ് കണ്ടിട്ട് പോയാൽ മതിയോ? കാലെങ്കിലും ഒന്ന് നനയ്ക്കണ്ടേ ഗൈസ്? അങ്ങനെ ഞങ്ങൾ കുറെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ തിരമാലകളൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ അമ്മയുടെ കൂടെ ഇങ്ങനെ ചുമ്മാ കാല് നനച്ചിരുന്ന് ബോറടിച്ചിട്ട് വയ്യ. എനിക്ക് കടലിലിറങ്ങിയ കുറച്ച് കളിക്കൊക്കെ വേണം കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി തോന്നുന്നു, അത് ഈ കൈയൊക്കെ പിടിച്ച് ആട്ടാൻ തുടങ്ങി കേട്ടോ കുറച്ച്. എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. എന്നെ പഴയ ജിംനാസ്റ്റ് ഓടാനും ചാടാനും പറ്റും. കടലിന്റെ 1 മൈൽ ദൂരെയാണ് ഗൈസ് നിക്കണത്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് എന്നെ കളിപ്പിക്കണ ഈ കാണുന്നത്. എന്റെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് രീരിക്കുട്ടനും ഞാനും കടലിൽ ഇറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞങ്ങൾ കളിക്കുന്നത് കബഡിയാണ് കേട്ടോ. അതായത് നമ്മൾ കടൽ തിരമാല കാലുകൊണ്ട് ഇങ്ങനെ തൊട്ടിട്ട് ഓടണം. എന്നിട്ട് നമ്മൾ അത് തൊടാൻ അനുവദിക്കരുത്. അതിനുള്ളിൽ നമ്മൾ ഓടി രക്ഷപ്പെടണം. ഇതാണ് കബഡി. അതാണ് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ മാറി നിന്ന് കടൽ വരട്ടെ ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. നിന്റെ പ്രായമല്ല മോളെ, എന്റെ പ്രായം. അതും കൂടെ മനസ്സിലായിരുന്നു. ഷുഗർ ഒക്കെ ഉള്ളതല്ലേ, എനിക്ക് അങ്ങനെ ഓടാൻ പറ്റുമോ? ഇപ്പൊ ഞങ്ങൾ കളിക്കണമെന്ന് ചോദിക്കും. കണ്ട കബഡി എന്ന് പറഞ്ഞ് നിക്കണേണ് ഞാൻ. കബഡി. അയ്യോ, ഞങ്ങൾ ഓടുന്നില്ലല്ലോ, തിരമാലകൾ എല്ലാം തുടങ്ങിയ. തിരമാലകൾ വന്നതിന് ശേഷമാണ് ഓടണേന്ന്. ഓടി തളർന്നു നിൽക്കുകയാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ നിൽക്കുന്നത്. അതെ. അപ്പൊ ഇനി നിങ്ങൾ ബീച്ചിലൊക്കെ പോകുമ്പോ ഇതുപോലെ കബഡി കളിച്ചു നോക്കണം കേട്ടോ. ഭയങ്കര രസമുള്ളൊരു കളിയാണത്. ഓക്കെ, എനിക്കിത് കാണുമ്പോ ഒരു പാട്ട് പാടാൻ തോന്നുന്നുണ്ട്. തീരവും ഭാഗ്യറിയത്തില്ലേ ചുംബിച്ചുറങ്ങി. പഴയ പാട്ടാണ് മോളെ.
അപ്പൊ നമ്മള് നേരെ അവിടെയും കഴിഞ്ഞ് അവിടെ നിന്നും കഴിഞ്ഞ് നേരെ ലുലു മോളിൽ എത്തി കേട്ടോ. ലുലു മോളിൽ എത്തിയിട്ട് അമ്മയുടെ ഫേവറേറ്റ് അവിടെ ദിണ്ടുക്കൽ തലപ്പാക്കട്ടി ബിരിയാണി വിത്ത് ചിക്കൻ ലോലിപോപ്പ് അത് ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തിനാ ലുലു മോളിൽ വന്നേന്നറിയാം, ആക്ച്വലി നമ്മളൊരു സിനിമ കാണാൻ വേണ്ടി വന്നതാണേ. അടുത്ത ആഗ്രഹം അമ്മ പറഞ്ഞത് അമ്മയ്ക്ക് ലുലു മോളിൽ പോയി ഒരു ഫിലിം കാണണം എന്നായിരുന്നു കേട്ടോ. അപ്പൊ നേരെ ഞങ്ങൾ ആവേശം കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ എത്തിയേ. അതിനിടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റിയേ. താഴെ മുഴുവൻ വൃത്തികേടാക്കി അവള്. സെൽഫി എടുക്കാൻ നോക്കിയതാണ് ഗൈസ്, എല്ലാം കൂടെ തട്ടിമുറി താഴെ വീണു. അപ്പൊ ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് വരാം. ബൈ. സിനിമ കണ്ടു, അടിപൊളി സിനിമയായിരുന്നു. എന്റെ അമ്മോ, ഫഹദിന്റെ പെർഫോമൻസ് ഇങ്ങനെ കണ്ണി തന്നെ നിക്കാണ്. ഒന്നുകൂടെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. സത്യം ഒന്നും കൂടെ കാണാൻ തോന്നി, കാരണം അടിപൊളി ഫൺ എന്റർടൈൻമെന്റ് ഫിലിം ആയിരുന്നു കേട്ടോ ആവേശം. അപ്പൊ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നോക്കിയപ്പോഴത്തേനും ഫഹദ് ഫസലിന്റെ ആവേശത്തിന്റെ ഒരു പോസ്റ്റർ അവിടെ കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നേരെ ഞങ്ങൾ അങ്ങോട്ട് വെച്ച് പിടിക്കാണ് ഈ കാണുന്നത്. എന്തിനാണെന്ന് അറിയാം? എന്തിനാണ്? കരിങ്കാളിയല്ലേ നല്ലൊരു വാഴണ പെണ്ണാണ്.